കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. ഇന്ന് എന്താ വെച്ചാലേ ഇന്ന് ഭയങ്കര തിരക്കാണ്. അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് വളരെ പരിമിതമായ വാക്കുകളിലാണ് ഉച്ചപൂജ അലങ്കാരം പറയണത്. നമുക്ക് അധികം നിൽക്കാനുള്ള സമയമില്ല. അത്രയും എന്താ പറയുക, ജനസഹസ്രങ്ങൾ വന്നിട്ട് ക്യൂ നിൽക്കുകയാണ് ഇന്നും ഇപ്പോഴും. എല്ലാ ഭാഗത്തും തിരക്കാ. സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് പറയുന്ന പോലെയാണ്. അമ്പലത്തിലെ ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ വലിയ മാർഗതടസ്സങ്ങളാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിന്ന് വേറെ ഒന്നും പറയാനില്ല. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരത്തിനെ പറ്റിയിട്ട് ഇന്നിപ്പോൾ ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെയാണ് ഏകാദശിയായിട്ട് ഇന്ന് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ വേറെ കൂടുതലൊന്നും വിശേഷങ്ങളൊന്നും പറയാൻ ഉള്ള അതില്ല. കാരണം അവിടെ നിന്നിട്ട് തൊഴുത് കുറച്ച് നേരം നിന്ന് തൊഴാനൊക്കെ പറ്റും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ ഇന്നിപ്പോൾ നമ്മളെല്ലാ ഭാഗത്തേക്കും പറഞ്ഞെത്താനുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ പാടില്ല. എന്നിരുന്നാലും അതിനുള്ള സമയപരിമിതി വളരെ കുറവാണ്. ഇനിയിപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് വീണ്ടും പോകണം. അപ്പോൾ അത് കാരണം അധികം പറയാൻ ഉള്ള സമയമില്ല. അപ്പം എല്ലാവർക്കും ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പറയാതിരിക്കാനും കഴിയില്ല. കാരണം ഇന്നത്തെ എന്താണ് അലങ്കാരം എന്ന് ചോദിച്ച് ധാരാളം ആളുകൾ ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അവർക്കും എല്ലാവർക്കും നമ്മുടെ ഭക്തർക്കൊക്കെ ഇന്ന് ചതുർബാഹുവായ ആ നാരായണ വിഗ്രഹത്തിൽ നാരായണനായിട്ട് തന്നെയാണ് ഇന്നത്തെ ആ ഏകാദശി സ്വരൂപമായിട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും ആ നാരായണ ഗുരുവിനെ, ആ നാരായണൻ എന്താ പറയുക, ആദിയും അന്തവും ഒക്കെ ആയ ആ നാരായണനെ പ്രാർത്ഥിക്കുക. ആ നാരായണൻ്റെ പ്രസാദം, ഏകാദശി പ്രസാദം എല്ലാവർക്കും എത്തട്ടെ. ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എന്നെ ശ്രവിക്കുന്ന എല്ലാവരിലേക്കും എത്തട്ടെ. അത്രമാത്രമാണ്. ബാക്കി നാളത്തെ ഉച്ചപൂജയിൽ വളരെ വ്യക്തമായിട്ട് പറയാം. ഇന്ന് അതിനുള്ള ആ ഒരു സമയപരിമിതിയാണ്. അപ്പോൾ അത് നമ്മുടെ ഭക്തരോടൊക്കെ അതിനൊരു ക്ഷമ കൂടി ചോദിക്കുകയാണ്. കാരണം ഞാൻ കൂടുതൽ പറയാൻ എനിക്ക് നിൽക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ആശംസകൾ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ പറ്റാവുന്നവരൊക്കെ ഗുരുവായൂരപ്പനെ വന്ന് കണ്ടു തൊഴട്ടെ. അടുത്തുള്ളവരും കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്, ക്യൂവിൽ നിന്ന് വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എത്ര ക്ലേശിച്ചാലും ഗുരുവായൂരപ്പനെ കാണാൻ ഒരു നോക്ക് കണ്ടാൽ ഇതെല്ലാം മാറി. നമ്മൾ അത്ര നേരം നിന്നതും അത് എല്ലാം അതിൽ അലിഞ്ഞുപോയി. ആ കണ്ണൻ്റെ മായയിൽ ഇതെല്ലാം അലിഞ്ഞുപോയി. എത്ര കണ്ട് നമ്മൾ 8 മണിക്കൂർ 10 മണിക്കൂർ ക്യൂ നിന്നാലും ആ ക്യൂ എല്ലാം നിന്നത് നമുക്ക് വളരെ വെറുതെ ആയി എന്ന് ഒരിക്കലും തോന്നാത്ത ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മളെ ജീവിതം ജന്മസാഫല്യമാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇനിയും വരണം. കാരണം ഇന്നും നാളെ 9 മണിയോടെ വരെ ഉണ്ട് ദർശനം. 52 മണിക്കൂറും ഉണ്ട്. അപ്പോൾ സദാ തുറന്നിരിക്കുന്ന ആ ശ്രീകോവിലിലെ വിഗ്രഹം കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങളുള്ളവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് വരാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. എൻ്റെ ഈ സംസാരത്തിലൂടെ ശ്രവിച്ചാൽ നമ്മൾ ഗുരുവായൂരാണ് എന്നുള്ള ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് തൊഴുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ.